സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ ആ പഴുമ്പുന്ന തീരെ ജീവവൃക്ഷത്തിൻ തണൽ സ്വർഗവീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ എമ്മനാളാ സ്വർഗവീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 43 സങ്കീർത്തനം 4 വാക്യം. ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിങ്കിലേക്ക്, എൻ്റെ പരമോന്നതമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും. സങ്കീർത്തകൻ്റെ പ്രത്യാശ നിറഞ്ഞ സ്തുതിയാണ് ഈ വാക്യം. ദൈവത്തിൻ്റെ യാഗപീഠത്തിലേക്ക് പോകുവാനുള്ള സങ്കീർത്തകൻ്റെ ആഗ്രഹം അവൻ്റെ ആത്യന്തിക സന്തോഷമായി ഈ ഭാഗത്ത് പ്രകടിപ്പിക്കുന്നു. ദൈവം തൻ്റെ വഴികാട്ടിയായി വെളിച്ചവും വിശ്വസ്തതയും അയച്ച് തൻ്റെ കഷ്ടതകളിൽ നിന്ന് വിശുദ്ധ വാസസ്ഥലത്തേക്ക് നയിക്കുമ്പോൾ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് അവനെ സ്തുതിക്കുമെന്ന് ദാവീദ് വാഗ്ദാനം ചെയ്യുന്നു. നിരാശയിൽ നിന്ന് ആത്മവിശ്വാസമുള്ള ആരാധനയിലേക്ക് തിരിയുന്നതിൻ്റെയും ദിവ്യ സാന്നിധ്യം പ്രതീക്ഷിച്ച് ദൈവത്തിൽ ആഴമായ ആനന്ദം പ്രകടിപ്പിക്കുന്നതിൻ്റെയും ഒരു നിമിഷമാണ് ഈ വാക്യം. ഉത്തരം ലഭിച്ച പ്രാർത്ഥനകളിലോ പരിഹരിച്ച പ്രശ്നങ്ങളിലോ അനുകൂല ഫലങ്ങളിലോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് സങ്കീർത്തകൻ തൻ്റെ സന്തോഷം കണ്ടെത്തുന്നത്. സ്തുതി വിജയത്തിലേക്കുള്ള ഒരു പാതയാണ്. പ്രിയ സ്നേഹിതരെ, നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത് അവനോടുള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായി രൂപപ്പെടും. പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടല്ല ദൈവത്തെ സ്തുതിക്കേണ്ടത്. പ്രതിസന്ധികളുടെ മധ്യത്തിലും നാം ദൈവത്തെ സ്തുതിക്കണം. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ബലഹീനതകൾ ശക്തിയായി രൂപപ്പെടുമ്പോൾ, സങ്കടങ്ങൾ സന്തോഷമായി രൂപപ്പെടുമ്പോൾ, ബലിപീഠത്തിലേക്ക് സ്തുതിസ്തോത്രത്തോടെ നമുക്കും അടുത്തു വരാം. അവൻ്റെ സാന്നിധ്യം നമ്മെ ശക്തീകരിക്കുവാനും ബലപ്പെടുത്തുവാനും സാധ്യമുള്ളതായി മാറ്റപ്പെടും. പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രതിസന്ധികളുടെ നടുവിലും നിന്നെ സ്തുതിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.